വാഹനാപകടത്തിൽ പൊലിഞ്ഞ നാടൻ പാട്ടു കലാകാരി ലക്ഷ്മിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നൊമ്പരം തീർക്കുന്നത്. കൊല്ലം സ്വദേശിനിയായ ലക്ഷ്മി കഴിഞ്ഞ ദിവസം ചടയമംഗലത്തെ അമ്പലത്തിലെ ഗാനമേള കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് വിട പറഞ്ഞത്. 20 വയസ്സ് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ കുഞ്ഞിലെ മരിച്ചതിനാൽ അമ്മ ഷീബയ്ക്ക് തണൽ ലക്ഷ്മി മാത്രമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഗാനമേള ട്രൂപ്പുകൾക്കൊപ്പം പാട്ടുപാടിയാണ് അവൾ പഠിത്തത്തിന്റെ ചിലവ് നോക്കിയിരുന്നത്. ചടയമംഗലത്തെ പരിപാടി കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം വിശ്രമിക്കുമ്പോൾ ലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പങ്കുവച്ചിരുന്നു. അപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല തന്റെ അവസാന വേദിയാകും ഇതെന്ന്. വെളുപ്പിന് 2 മണിക്ക് പരിപാടി കഴിഞ്ഞ് സംഘത്തോടൊപ്പം വിശ്രമിക്കുന്ന വീഡിയോ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ലക്ഷ്മി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് ലക്ഷ്മിയും മറ്റു കലാകാരന്മാരും സഞ്ചരിച്ച നാടൻപാട്ട് സംഘത്തിന്റെ വാൻ മരത്തിലിടിച്ച് അപകടമുണ്ടായത്. ലക്ഷ്മിയുടെ ജീവൻ തത്സമയം നഷ്ടപ്പെട്ടു. സ്കൂളിൽ പഠിക്കുമ്പോഴേ മിമിക്രിയിൽ ലക്ഷ്മി തിളങ്ങിയിരുന്നു. 2 പ്രാവശ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. താൻ പാവപ്പെട്ടവളായതിനാൽ നേരിടേണ്ടി വന്ന അവഗണനയെക്കുറിച്ച് അടുത്തിടെ ലക്ഷ്മി ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, എന്ത് അർത്ഥവത്തായ വരികൾ. ഈ വരികളിൽ പറഞ്ഞതുപോലെയാണ് എൻ്റെ കലയും ഞാനും. എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഒരുപാട് വേദികളിൽ കഴിവ് തെളിയിച്ചാലും ചിലർ അംഗീകരിക്കില്ല. ഒരുപാട് വേദികളിൽ എൻ്റെ കഴിവ് തെളിയിച്ചു. എന്നിട്ട് പോലും ആ സമയം തരുന്ന കയ്യടിയും മനസ്സിൽ ഒന്നുവെച്ച് പുറത്ത് ചിരിയോടെ നിന്ന് സംസാരിക്കുന്നവരുമാണ് ചുറ്റിലും. ചിലർ കുത്തി വേദനിപ്പിക്കുന്ന വാക്കുകൾ. മിമിക്രി കൊണ്ട് ഒന്നും നേടാനാകില്ല, പഠിക്കാൻ നോക്കൂ കൊച്ചെ. ചിലർക്ക് പുച്ഛം, ചിലരുടെ കളിയാക്കലുകൾ. TV കണ്ട് മിമിക്രി പഠിച്ച് 2 വട്ടം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയതാണ് ഞാൻ. ഒരുപാട് പത്രങ്ങളിലും ചാനലുകളിലും എൻ്റെ ഇന്റർവ്യൂ ഉണ്ട്. കഷ്ടപ്പെട്ട് മാത്രമാണ് ഇവിടെ വരെയും എത്തിയത്. എന്നിട്ട് പോലും എന്താ എന്നെ ആരും അംഗീകരിക്കാത്തെ? ഞാൻ പാവപ്പെട്ട ഒരാളായതുകൊണ്ടാണോ? അതല്ല എൻ്റെ കഴിവ് ഒന്നും അല്ലാത്തതുകൊണ്ടോ? ഒരു ദിവസം ഒരാൾ പറഞ്ഞ കാര്യമാണ്, നീ വരയ്ക്കരുത്, എഴുതരുത്, പാട്ട് പാടരുത്, മിമിക്രി ചെയ്യരുത് എന്ന്. എംപ്ലോയ്മെന്റിൽ അപേക്ഷിച്ചിട്ടേക്കൂ, വല്ല തൂപ്പുജോലിയും കിട്ടും. തൂപ്പുജോലിക്ക് അതിൻ്റെതായ വിലയുണ്ട്. പക്ഷെ പഠിക്കുന്ന കൊച്ചുകുട്ടിയായ എന്നോട് ഒരാൾ പറഞ്ഞതാണ്, എന്തിനാണ് എല്ലാവരും എന്നെ ചവിട്ടി താഴ്ത്തുന്നത്? പക്ഷേ ചില വേദികൾ എന്നെ തള്ളി പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക, എന്നെയും എൻ്റെ കഴിവിനെയും അംഗീകരിക്കാത്ത ചില വ്യക്തികൾ അംഗീകരിക്കുന്ന ഒരു നാൾ വരും. ലോകം വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കും. എന്നെപ്പോലെ ഒരുപാട് കലാകാരികൾക്കും കലാകാരന്മാർക്കും ഈ അനുഭവം ഉണ്ടാകാം. ലോകം അറിയുന്ന അംഗീകരിക്കുന്ന കലാകാരിയാകണം എന്ന മോഹം ബാക്കിയാക്കിയാണ് ലക്ഷ്മി വിട പറയുന്നത്. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ്, പാട്ടും കേട്ട് നീ ഉറങ്ങ്. ആരിയ നെല്ലിന്റെ ൂലിഞ്ഞാടും പോലെ ചാഞ്ചാടും നീ ചാരിഞ്ഞാട്. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ്, പാട്ടും കേട്ട് നീ ഉറങ്ങ്. അക്കണ്ടം ഇക്കണ്ടം മേളത്തെ കുഞ്ഞിക്കണ്ടം, കണ്ടത്തിനോരത്ത് കുണ്ടും കുത്തി. ആയിലകീല ചേമ്പില വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ട